വിമാനം കണ്ടുപിടിച്ചതാരാണ്? എക്സ്റേ കണ്ടുപിടിച്ചതാരാണ്? ഈ ചോദ്യങ്ങളുടെ ഉത്തരം സാധാരണ സ്കൂൾ കുട്ടികൾ പറയും. എന്നാൽ മനുഷ്യർക്ക് പശുവിനെ വളർത്താമെന്ന് കണ്ടുപിടിച്ചതാരാണ്? ഓടക്കുഴൽ കണ്ടുപിടിച്ചതാരാണ്? മനുഷ്യർക്ക് താമസിക്കാൻ വീടുണ്ടാക്കാമെന്ന് കണ്ടുപിടിച്ചതാരാണ്? എക്സ്റേയും വിമാനവും കണ്ടുപിടിച്ചവരുടെ പേര് നമുക്കറിയാം. അവർ വലിയ പ്രസിദ്ധരാണ്. എന്നാൽ പശുവിനെ വളർത്താമെന്നും വീടുണ്ടാക്കാമെന്നും ഇരുമ്പും ചെമ്പും ഉപയോഗിച്ച് ഉപകരണങ്ങളും ആയുധങ്ങളും ഉണ്ടാക്കാമെന്നും സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ച് മനോഹരമായ സംഗീതം ഉണ്ടാക്കാമെന്നുമൊക്കെ കണ്ടുപിടിച്ചവരുടെ പേര് നമുക്കറിയില്ല. കാരണം അതൊക്കെ കണ്ടുപിടിച്ച കാലത്ത് അതൊക്കെ ഓർത്തു വയ്ക്കേണ്ട വലിയ കാര്യമാണെന്ന് ആളുകൾ ചിന്തിച്ചിരുന്നില്ല. ഞാൻ ഈ രണ്ടാമത് പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യ ചരിത്രത്തോളം പഴക്കമുള്ളവയാണ്. ബൈബിളിലെ ആദ്യത്തെ പുസ്തകമാണ് ആരംഭങ്ങളുടെ പുസ്തകം എന്നറിയപ്പെടുന്ന ഉൽപ്പത്തി പുസ്തകം. അതിൻ്റെ 4-ാം അധ്യായത്തിൽ ഇതൊക്കെ ആദ്യമായി ചെയ്ത ആളുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ തീർച്ചയായും വലിയ കഴിവുള്ള മിടുക്കന്മാരായിരുന്നു. എന്നാൽ ആ കണ്ടുപിടുത്തം നടത്തിയവരും അവർ സമൂഹത്തിൽ ഉണ്ടാക്കിയ പുതിയ പല പരിഷ്കാരങ്ങളും ഇന്ന് ഭൂമിയിലില്ല. കാരണം അവരുണ്ടാക്കിയതെല്ലാം നോഹയുടെ കാലത്തെ പ്രളയത്തിൽ മുങ്ങി നശിച്ചുപോയി. പ്രളയത്തിന് ശേഷമുണ്ടായ പുതിയ സമൂഹമാണ് അതെല്ലാം വീണ്ടും നിർമ്മിച്ചത്. മനുഷ്യർ വലിയ നേട്ടങ്ങളെന്ന് കരുതിയ പല കാര്യങ്ങളും മുഴുവനായി നശിച്ചു പോയിട്ടും അതൊക്കെ വീണ്ടും ചെയ്യുവാൻ മനുഷ്യനെ കൊണ്ട് സാധിച്ചു. വലിയ നേട്ടങ്ങളുണ്ടാക്കിയ ആ പഴയ സമൂഹം നശിച്ചു പോകുവാൻ കാരണം അവരുടെ അധാർമിക ജീവിതമായിരുന്നു. എത്ര വലിയ നേട്ടങ്ങളുണ്ടാക്കിയാലും മനുഷ്യൻ ദൈവത്തെ മറന്ന് അധാർമികനായി ജീവിച്ചാൽ അവൻ നടത്തിയ പുരോഗതിയൊക്കെ ഉപകാരമില്ലാതെ നശിച്ചു പോകുവാനിടയാകും. എന്നാൽ ദൈവത്തെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്ത നോഹയിലൂടെ ദൈവം ഒരു പുതിയ ലോകം പണിതു. ദൈവത്തെ സ്നേഹിക്കുകയും തന്നെ അനുസരിക്കുകയും ചെയ്യുന്നവരിലൂടെയെല്ലാം വീണ്ടും പണിയുവാൻ ദൈവത്തിന് സാധിക്കും. നശിച്ചു പോയതിനെ ഓർത്ത് ദുഃഖിക്കേണ്ട. ദൈവത്തിന് എല്ലാം പുതുതായി പണിയാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ വിജയകരമായി നടത്തുന്ന പല പരിപാടികളെയും അധാർമികമായ പെരുമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം നശിപ്പിക്കാനും മടിക്കില്ല. അതിനും അനേക ഉദാഹരണങ്ങൾ ചരിത്രത്തിലുണ്ട്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക: 9880221957. നമ്പർ വീണ്ടും 9880221957.